കണ്ടോളി അത്ര ഫ്രണ്ട്ലി ആയിട്ട് ആളെ കൊടുക്കലില്ല, അങ്ങനെ സിമ്പിൾ ആയി കൊടുക്കല്. ഇതിനൊന്ന് ജീവൻ വെപ്പിക്കാൻ ഒരു ഐഡിയ ഉണ്ട്, കണ്ടോളൂ. ഓം ഗ്രീൻ കുട്ടിച്ചാത്ത, ഓം ഗ്രീൻ കുട്ടിച്ചാത്ത. ഇനി ഇതാണ്ട് പൊന്തിച്ചാണ്ട് കയ്യെന്ന് വിട്ട പായുണ്ട്. കണ്ടോളി 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 കണ്ടോളി, ഇതാ പോണു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിസ് ഫലിയറ. ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചൂണ്ടയിടാൻ വന്നതാട്ടാ. ചൂണ്ടയിടാൻ വന്നപ്പോൾ ഇതാ നമ്മളെ മീൻ കൊത്തിയേ, ഞങ്ങൾക്ക് മീനിനെ കിട്ടുന്നതും നോക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാ പാറൊക്കെ പൊന്തിട്ടാ, മീനിനെ പിടിക്കേണ്ട സ്പോട്ടൊക്കെ പൊന്തിയിട്ടുണ്ട്. ഇതാണോ നമ്മളെ മീൻ കൊത്തി ഇതായിരിക്കണോ? ഒരു ഹായ് പറഞ്ഞ, ഒരു ഹായ് പറയേ. ഇതാണ് നമ്മളെ മീൻ കൊത്തി. കണ്ടോളി, ഇതാ കണ്ടാ, സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയമായിരുന്നല്ല, ആളുഷാറാണ്. ഇത് ഇരിക്കണ്ട ഇവിടെ നോക്കിട്ടാ, ഇതാ ഇത്ര അടുത്താണ്. അപ്പോൾ ഞാനിതിന് ഫുഡ് എടുക്കണ്ടൊക്കെ മീനിനെ കാണിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിസ് വലിയാറ. അങ്ങനെ ഇതാ ഇവിടെ ഒരു മീനിനെ കിട്ടിക്കണോ. നമ്മളെ മീൻ കൊത്തിയാണെങ്കിൽ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതോ പോയി 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 ചത്തുണ്ടാ ഉണ്ടാ പോയിക്കണോ? അടുത്ത് പിടിച്ച ഇതുകൊണ്ടാ നമ്മളെ മീൻ കൊത്തി കൊടുക്കണേ. കണ്ടോളി 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 അത്ര ഫ്രണ്ട്ലി ആയിട്ട് ആളെ കൊടുക്കലില്ല, അങ്ങനെ സിമ്പിൾ ആയി കൊടുക്കല്. കണ്ടില്ലേ, ഒരു പേടിയില്ലട്ടാ നമ്മളേറ്റ്, തീരെ പേടിയില്ലട്ടാ. കണ്ടോളിട്ടാ ഞങ്ങളെ മീൻകൊത്തി എത്ര അടുത്ത വന്ന് നിൽക്കണ്ട്. കണ്ടാ, ഇതാ മഞ്ഞാമാട് പാലാണത്. അപ്പൊ ഇങ്ങനെ ഞങ്ങക്ക് മീനിനെ കിട്ടുന്നുണ്ടെന്ന് നോക്കിയിരിക്കണേ. ഞങ്ങൾക്ക് മീനിനെ കിട്ടുന്നേ ഞങ്ങളുടെയും കാട്ടിയും ഇപ്പോ ആവശ്യം എന്താ ഇവൻ കാട്ടാ. മീൻ കൊത്തിക്ക് ഇപ്പൊ 2 കൊടുത്തു. ഇന്നെന്താ അറിയില്ല, ഇനിയിപ്പോ 3ാമത്തോടെയും കൊടുക്കണം. ഇന്ന് പൊതുവെ മീനടിക്കുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തന്നെ വന്നിരിക്കണം കേട്ടാ. ഇന്നിപ്പോ ഞങ്ങള് 2 ആൾ ഉണ്ടായതുകൊണ്ടേ മീൻ കൊത്തി നല്ല അടുത്ത് വന്നിരിക്കും. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മരത്തുമില് അങ്ങനെ കുറച്ച് ദൂരം കീപ്പ് ചെയ്താണ് നിൽക്കാറ്. ഇപ്പം നമ്മളെ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടേ വല്ലാതെ പേടില്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ മീൻ കൊത്തിക്ക് നമ്മൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കണ്ടേ അതിനൊന്ന് കളിപ്പിക്കുക. കണ്ടോളി, കൈക്ക് കൊടുത്തേട്ടാ. എന്നാ അവസാനോ മൂപ്പര് അടുത്ത് വന്നിട്ടാ. എത്ര അടുത്ത് തന്നെ എന്റെ കാലാണ് ഈ കാണണ്ടേ, അത്രയും അടുത്താണ്. ഇതാ ഒന്ന് വിട്ടെടുക്കാം. കേട്ടോ, വാടാ വാ. എന്നാ കൈക്കൊത്തേട്ടാ. എന്താണു കണ്ടില്ലേ എത്ര അടുത്താന്ന്. ഒരു പേടില്ലാതാ അടുത്ത് വന്നിരിക്കണ ആള്, ഒരു പേടിയില്ല, അത്രയും ഫ്രണ്ട്ലിയാണ്. കണ്ടില്ലേ, ഒരു പേടില്ലാതാ ആണ്. ഇതാ ഇതാ കൊണ്ടോളി, ഇതാ വാ വാ. ആ കണ്ടില്ലേ വന്നിരിക്കണ്ടേ. നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അങ്ങനെ എടുക്കും. കണ്ടില്ലേ അടുത്തു ആ പോണു. പോയിക്കോ പോയിക്കോ. ഔ തല്ലണ്ട, ചത്തതാണേ. അത് തിന്നണ്ടോളി. അതിൻ്റെ വായ ഉണ്ടില്ലേ ചുവപ്പ് നിറഞ്ഞിട്ടാ, തച്ച് കൊല്ലാണ്. അത് ചത്തിട്ടില്ല, അതിന് ചെറിയൊരു ജീവനുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അടിച്ച് 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 കൊല്ലാണ്. പദം വരുത്തിൻ്റെ ശേഷമാണ് അത് കഴിക്കുള്ളൂ. അപ്പം തിന്നു, അത് തിന്നു. ഐ ഐ ഐ അത് തിന്നിട്ടില്ല, തിന്നാൻ കിട്ടില്ലട്ടാ. വായിൽ വെച്ചേക്കണേ. അത് തിന്നു. അത് മൊത്തമായിട്ട് വിഴുങ്ങിട്ടാ. ഇനി ചിലപ്പോൾ പാറിപ്പോവും, കാരണം ഇന്നിപ്പോൾ 3 ആയിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ച് ആണ്ട് പോവും. പോരെ? കണ്ടില്ലേ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ മിസ് വലിയറ. ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കണേ. പോവാൻ നിൽക്കേണ്ട ഇടയിലേ സാധാരണ 3 മീനിനാണ്
ഈ ഒരു മീൻ കൊത്തി എടുക്കാറ്. എന്നാലിപ്പോൾ 3 കൊടുത്തിട്ട് വീണ്ടും വേണം എന്നുള്ള ലെവലിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് സംഗതി. അപ്പോൾ എന്തായാലും ഇത് അവിടെ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ടിട്ടുണ്ട് ഇല്ലേ? അതായിരുന്നോ? ആ പോയി വാ അങ്ങനെ വരെ. അപ്പോൾ അതിന് ഒന്നും കൂടി കൊടുക്കുകയാണ്. സാധാരണ 3 കഴിക്കാറ്. ഇന്നിപ്പോൾ 4ാമത്തെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ വെച്ചാൽ മതി, അപ്പോൾ വരും. അവിടെ ഇട്ടെടുത്താൽ മതി, അപ്പോൾ വരും. അപ്പോൾ അതേമാതിരി ഇട്ടെടുക്കാണ്ടാ. ഇതുണ്ട് മേലിന്ന് നോക്കിയുണ്ട്. ഒന്ന് പഠിപ്പിക്ക് ആരോ തന്നില്ലേ? എന്നാ ശരി. അങ്ങനെ ഇതാകണോ, ഒരു മീനെ കിട്ടിക്കണോ. നമ്മളെ മീൻകൊത്തിക്ക് നമുക്ക് കൊടുക്കാം. നല്ല പെടക്കുണ്ട് കേട്ടാ. ഓനെങ്ങനെ തിന്നോന്നറിയില്ല. അത് ഏതോ ലോകത്തേനും തോന്നുന്നു. ഞാൻ അടുത്ത് കണ്ട് പോയതും പാഞ്ഞു തടിയെടുത്തു. ഇതേതാ മീനെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായാ? ഇതല്ലേ, ഞങ്ങൾക്ക് നാളെ മീൻ പിടിച്ചാലുള്ള ഐഡിയ ആണ് ഇവിടെ പ്രയോഗിക്കണ്ടേ. കുറച്ച് ഫുഡ് ഇവിടെ ഇട്ടച്ച് കണ്ട് പോവും. മീനുകൾ വെട്ടുണ്ട് കാണണ്ട, നല്ല വെട്ടണേ. എന്താണോ ഈ മീൻ കൊത്തി കൊടുക്കാൻ വേണ്ടി എടുത്തതേനു. അപ്പം അത് പറ്റില്ല. കഴിക്കാറുണ്ടാ? പൊതുവേ ഞങ്ങളെ ഇതിനെ കഴിക്കാറില്ല കേട്ടാ. ഈ മീൻ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതാണ് ആ മീന്. ഈ മീനെ നിങ്ങളുടെ നാട്ടിൽ വിളിക്കേണ്ട പേരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ചൂണ്ടക്കണ്ട് കിട്ടിയതായതുകൊണ്ടേ നല്ല പെടക്കുണ്ട്. ഇതിനെ ഞങ്ങളിവിടെ പൊതുവെ കഴിക്കാറില്ല. ഞങ്ങളിവിടെ വെളുമ്പാട്ടി പെരൽ എന്നാണ് പറയല്. അപ്പോൾ ഈ മീനിനാ നിങ്ങളുടെ നാട്ടിൽ വിളിക്കേണ്ട പേരെന്താന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെ ഭക്ഷിക്കാറുണ്ടാവുന്ന കൂടി ഒന്ന് പറയണം. അപ്പോൾ ഞങ്ങളെന്തായാലും കഴിക്കാറില്ലാത്തതുകൊണ്ടേ മീൻ കൊത്തി കഴിച്ചെങ്കിൽ ഇത് വേണ്ടേനു. വേണ്ടത് പറഞ്ഞാൽ ഇന്ന് 4 തിന്നു. ഇന്ന് 4 3 3 തിന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ മീന് ബാക്കിയായതുകൊണ്ട് നമുക്ക് തിരിച്ച് വെള്ളത്തേക്ക് തന്നെ ഇടാം. ഇതാണോ അല്ലേ? ഇത് വെള്ളത്തിലേക്ക് തന്നെ ഇടണേ. ഇത് ചത്തിട്ടൊന്നുമില്ല ചേട്ടാ. അത് നിങ്ങൾക്ക് എടുക്കേണ്ടി നോക്കണ്ട. ഏതൊരു മീനെയും ആദ്യം വെള്ളത്തിലേക്കാണ്ട് ഇടുമ്പോൾ ഇതേമാതിരി കരക്കിലെത്തിയതിന് ശേഷം ആദ്യം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ മലന്ന് കിടക്കും. പിന്നെ നമുക്ക് ഇതിനൊന്ന് ജീവൻ വെപ്പിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. കണ്ടോളൂ. ഓം ഗ്രീൻ കുട്ടിച്ചാത്ത. ഇനി ഇതാണ്ട് പൊന്തിച്ചാണ്ട് കയ്യിൽ വിട്ട പായുണ്ട്. കണ്ടോളി. ഇതാ പോണു. കണ്ടില്ലേ? ഇതാണ് മീനിനെ ജീവൻ വെപ്പിക്കാനുള്ള ഐഡിയ. ഇനി ഇങ്ങനെ ഒന്ന് ഉഷാറായി കണ്ട് ഇപ്പം ഇങ്ങനെ സ്ലോവിലല്ല പോണ്ടേ. അതിങ്ങനെ ഉഷാറായി അതാ പോണു. കണ്ടോളി, അതാ പോണു.